ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹമാലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ജപമാല കൂടുതലായി ചൊല്ലുന്നതിലൂടെ വ്യക്തി ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നേടുകയും അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ആ അനുഗ്രഹങ്ങൾ ചുറ്റുമുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കുന്ന വ്യക്തികളെയാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പരിചയപ്പെടുന്നത്. അനുഗ്രഹമാലയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മുന്നിൽ എത്തുന്നത് വയനാട് കായ്ക്കുന്നിൽ നിന്നും മേരി പിച്ചാപ്പള്ളിലാണ്. അഗതികൾക്കെന്നും ആശ്രയമേ അമ്മേ ആമല മനോഹരിയേ അഗതികൾക്കെന്നും ആശ്രയമേ അലിവിൻ നിറവേ കനിവിൻ പൊരുളേ അടിയങ്ങൾക്കെന്നും അഭയം നീയേ അലിവിൻ നിറവേ കനിവിൻ പൊരുളേ അടിയങ്ങൾക്കെന്നും അഭയം നീയേ അടിയങ്ങൾക്കെന്നും ശരണം നീയേ അമ്മേ മേരി മാതേ ആശ്വാസം നീയല്ലോ അമ്മേ മേരി മാതേ ആശ്വാസം നീയല്ലോ. അനുഗ്രഹമാലയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വയനാട് കായക്കുന്നിൽ നിന്നും മേരി പിച്ചാപ്പള്ളിൽ. മേരി ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി ആദ്യമായി ചേച്ചിയെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മേരി ബേബി പിച്ചാപ്പള്ളി, കായക്കുന്ന് താമസിക്കുന്നു. എനിക്ക് 3 മക്കളുണ്ട്. 2 മക്കളെ വിവാഹം കഴിച്ചു വിട്ടു, അവർക്ക് മക്കളായി. പിന്നെ മോനുണ്ട് വിവാഹം കഴിക്കാനായിട്ട്. പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. പുൽപ്പള്ളിയിലായിരുന്നു എന്നെ വിവാഹം കഴിച്ച് വിട്ടത്. ചേച്ചി എങ്ങനെയാണ് ജപമാല ഭക്തിയിൽ ചെറുപ്പം മുതൽ തന്നെ ജപമാലയിൽ കൂടുതൽ ആശ്രയിച്ചത്, കൂടുതൽ ജപമാല ചൊല്ലി ജീവിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നോ ചേച്ചിയുടെ? ഇല്ല, ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ മാതാക്കളൊരു ജപമാല ചെല്ലാതെ, ഒരു കുടുംബ പ്രാർത്ഥന ചെല്ലാതെ വീട്ടിൽ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ ജപമാല ചൊല്ലിയിട്ട് അമ്മയും അപ്പനും കിടത്തി ഉറക്കുള്ളൂ. അതായത് ചെറുപ്പത്തിൽ തന്നെ ജപമാല ചൊല്ലേണ്ടതിന്റെ പ്രാധാന്യം മാതാപിതാക്കൾ പറഞ്ഞു തന്നിരുന്നു. മാതാപിതാക്കൾ പറഞ്ഞു തന്നു. നന്മ നിറഞ്ഞ മറിയുമേ ഉറക്കെ ചെല്ലണം. അതിൻ്റെ അപ്പം പറയും 4 അതിരുകളിൽ നന്മ നിറഞ്ഞ മറിയുമേ എത്തണം, എങ്കിൽ മാത്രമേ പിന്നെ ഈ പൈശാചിക ബന്ധനങ്ങൾ നമ്മൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ പള്ളിയിൽ ഒരു ദിവസം നല്ല പനിയോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പള്ളി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പള്ളി വിടും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഞായറാഴ്ച കാലങ്ങളിൽ, ചെറുപ്പത്തിൽ. പിന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ മുതൽ പിന്നെ ധ്യാനം കൂടണം എന്നുള്ളൊരിതായിരുന്നു. ഫസ്റ്റിലെ തോമസ് പോൾ എന്ന് പറഞ്ഞ ധ്യാനഗുരുവിൻ്റെ ധ്യാനമാണ് കൂടിക്കൊണ്ടിരുന്നത്. ചേച്ചി ഈ അടുത്ത കാലത്ത് ചേച്ചി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ചേച്ചി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് നേടിക്കൊടുത്ത അനുഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മകൾക്ക് ഇങ്ങനെ പിന്നെ കട അടയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടിലൂടെ ഇങ്ങനെ എന്നോട് സാമ്പത്തിക മുതൽ എന്നോട് ചോദിച്ചു, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ 5 ജപമാലകൾ ഇങ്ങനെ ചൊല്ലാം നിങ്ങൾക്ക് വേണ്ടി, എന്നിട്ട് എന്നോട് എന്തെങ്കിലും അനുഗ്രഹം കിട്ടി എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മുട്ടുമേ നിന്ന് 3 മണിക്കൂർ മുട്ടയിൽ നിൽക്കും. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കുള്ളൂ. അങ്ങനെ 3 മണിക്കൂർ 5 ജപമാലകൾ ചൊല്ലി, പിന്നെ നൊവേനകൾ ചൊല്ലി. അത് കഴിഞ്ഞപ്പം ഞാൻ കാഴ്ച വെച്ചു മാതാവിൻ്റെ നൊവേന, നിത്യസഹായ മാതാവിൻ്റെ നൊവേന. പിന്നെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന, ഉണ്ണീശോയുടെ നൊവേനയാണ് ഞാൻ കൂടുതൽ ചെല്ലുന്നത്. അങ്ങനെ 5 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി. അവൾ 3-ാമത്തെ ദിവസം പറഞ്ഞു, എനിക്ക് പിന്നെ ലോൺ അടയ്ക്കാനുള്ള കൃപ കിട്ടി, വേറൊരു പുതിയ ലോണും കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥന സഹായം ചോദിക്കാൻ 3 ലക്ഷത്തിൻ്റെ ലോൺ വേണമെന്ന് പറഞ്ഞ് ഒരു മകൻ, ഒരു ഹിന്ദുവായിട്ടൊരു മകനും മോളും കൂടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 5 ജപമാലകൾ ചൊല്ലി ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലോൺ കിട്ടുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പ്രത്യേക ദിവസം വിളിച്ച് പറഞ്ഞു, ചേച്ചി ഒരു പിന്നെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു
നമ്പർ തെറ്റാണ് സാർ റിസപ്റ്റ് കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് പ്രാർത്ഥിക്ക്, ബാക്കിയെല്ലാം ശരിയായി എന്ന് പറഞ്ഞു. വീണ്ടും ഞാനിങ്ങനെ ജപമാലകൾ ചൊല്ലി, ഞാൻ മുട്ടുമ്മ നീന്തി ചൊല്ലി, എന്താണല്ലേ മാനിൽ വെക്കണോട് മുട്ടുമ്മ എഴുതി ജപമാല 5 എണ്ണം ചൊല്ലി ശേഷം അവൻ 3-ാമത്തെ ദിവസം പറഞ്ഞു, ചേച്ചി എനിക്ക് റെഡിയായി, ഈ തിങ്കളാഴ്ച തന്നെ എനിക്ക് കിട്ടും. ഒരു ഞായറാഴ്ച വിളിക്കുന്നു, തിങ്കളാഴ്ച തന്നെ, ഈ തിങ്കളാഴ്ച തന്നെ എന്താണെങ്കിലും ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ലോൺ കിട്ടും കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ വിളിച്ച് പറയുന്നു ഇവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മകനങ്ങനെ വിളിച്ച് പറഞ്ഞു, ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അങ്ങനെ അനുഗ്രഹം ലഭിച്ചല്ലോ, മാതാവിന് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ചയായി 10 മണിയായപ്പം അവൻ പറഞ്ഞു, ചേച്ചി എനിക്ക് കിട്ടി കേട്ടോ, ഞാൻ അവിടെ വരുന്നുണ്ട്, ചേച്ചീനെ കാണണം, എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. മോൻ വന്നു. ഞാൻ പറഞ്ഞു നന്ദി പറഞ്ഞു മാതാവിന്. അവരിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഒന്നും പ്രാർത്ഥിക്കേണ്ട, അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എന്ന അനുഗ്രഹത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ മക്കൾ അങ്ങനെ പറഞ്ഞു. ഇപ്പോഴും ഒരുപാട് പേര് ചേച്ചിയുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഓരോ ദിവസങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. വരുന്നുണ്ട് ഒരുപാട്. പിന്നെ ഈ അലർജി പിടിച്ചിട്ട് ഒത്തിരി മക്കൾ വന്നു എന്നോട് സഹായം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കരുണയുടെ ജപമാലയാണ് അമ്മ ചെല്ലാൻ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത്. ആ കരുണയുടെ ജപമാലയുടെ ഒത്തിരി അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അലർജി ആണെങ്കിൽ നിങ്ങൾ അമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ചോ, ഞാൻ ജപമാല ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ കരുണയുടെ ജപമാല 5 എണ്ണം ചൊല്ലി അന്ന് അവർ പോയി. അവർ പറഞ്ഞു ഇവിടെ വന്ന് പോയ ശേഷം അലർജി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും, ഞാൻ അലർജി ഉണ്ടായിട്ടില്ല, ചേച്ചി പ്രാർത്ഥിച്ചതിന് മാതാവിന് നന്ദി പറഞ്ഞു എന്ന് പറയും. വലിയ അനുഗ്രഹങ്ങൾ. പിന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ 25 ജപമാലയിലേക്കായി. കാരണം 25 ജപമാല ചൊല്ലി ഓരോ മക്കൾക്ക് വേണ്ടി 25 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഒരു കൂടുതൽ അസുഖമായിട്ട് വിട്ടുമാറാത്ത ഞാൻ അങ്ങനെ മുട്ടുമേൽ കഴിഞ്ഞ് 25 ജപമാല തീരുന്നോളം വരെ ചെല്ലിയപ്പോഴത്തേക്കും വളരെ അധികമായിട്ട് അസുഖങ്ങൾ മാറിക്കിട്ടി. മാറാത്ത അസുഖമാണ് ഒരു ക്യാൻസർ രോഗി, മാറാത്ത അസുഖം, അത് മാറിക്കിട്ടി. എന്നോട് പിന്നെ അത്ഭുതങ്ങൾ പറഞ്ഞു. എനിക്ക് ഒത്തിരി അത്ഭുതം കിട്ടിയെന്ന് പറഞ്ഞു. അത് ബത്തേരിയിൽ നിന്ന് ഒരു ചേച്ചി തുടർച്ചയായിട്ട് 25 ജപമാല ചൊല്ലുന്ന സമയത്ത് 25 ജപമാലയും ചേച്ചി മുട്ടിൽ നിന്ന് തന്നെ അതിനിടയ്ക്ക് ഒരു വിശ്രമമൊന്നും ഇല്ലാതെ എനിക്ക് വെള്ളം എടുത്ത് വെച്ചിട്ട് ചെല്ലണമെന്ന് വിചാരിച്ച് ചിലപ്പോൾ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഉണങ്ങും. അപ്പം ഞാൻ നോക്കി വേണ്ട, അത് സഹിക്കാം, അത് ശുദ്രാത്മാക്കൾക്ക് വിട്ടുകൊടുത്തേക്കാം എന്നോർത്ത് വെള്ളം പോലും കുടിക്കുകയാണ്. ഞാൻ 25 ജപമാല ചൊല്ലുമ്പോഴത്തേക്കും ഭയങ്കര കൃപയാണ് ലഭിക്കുന്നത്. ഭയങ്കര അല്ല, ആ സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണം, സ്വാഭാവികമായി മാനസികമായ ക്ഷീണങ്ങൾ, അസ്വസ്ഥതകൾ, ഒരു അസ്വസ്ഥയും ക്ഷീണവും ഇല്ല. അത്രമാത്രം സമയം തുടർച്ചയായിട്ട് മുട്ടുമേൽ നിൽക്കുമ്പോൾ ഒന്നുമില്ല, മാനസികമായ രീതിയിലുള്ള യാതൊരു പ്രശ്നവുമില്ല. 5 മണിക്കൂർ വേണം 25 ജപമാല നമ്മൾ ഭക്തിപൂർവ്വം ചൊല്ലി തീരണമെങ്കിൽ. 5 മണിക്കൂർ ജപമാല എന്ന് പറയുമ്പോൾ ഒരു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പുത്രൻ ഉരുവായ നിമിഷം മുതൽ പുത്രന്റെ കുരിശ് വരണം, പീഡാനുഭവം മൊത്തമല്ലേ, ആ മൊത്തം ധ്യാനിക്കുക. നമ്മൾ ധ്യാനിച്ച് ചെല്ലുവാണെങ്കിൽ അത് ആ കാര്യം നടന്നിരിക്കും. തീർച്ചയായിട്ടും അത് നടക്കാണ്ടിരിക്കില്ല. നമ്മുടെ ഭവനത്തിൽ എല്ലാ ഭവനങ്ങളിലും ഒരു 5 ജപമാല ചെല്ലുക എന്ന് വെച്ചാൽ ആ 5 ജപമാല ചെല്ലുന്ന ഒരു ഭവനത്തിലും ഒരു തിന്മയുടെ ശക്തി തീർച്ചയായിട്ടും പ്രവേശിക്കില്ല. തീർച്ചയാണ്, അത് ഉറപ്പാണ്. പരിശുദ്ധമ്മ ഇടപെടും ആ മക്കളുടെ ജീവിതത്തിലേക്ക്. അമ്മ ഇടപെട്ടുകൊണ്ട് പുത്രനെ വഹിച്ച് അമ്മ ഇടപെടും. അത്രയും അനുഭവമാണ് എനിക്ക് ജപമാലയുടെ ഉള്ളത്. ഇവിടെ വന്ന് പോകുന്ന ആളുകൾ ചേച്ചി ഇവിടെ വന്ന് ചേച്ചിയുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് സഹായം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സഹായം ചോദിച്ച് മടങ്ങുന്നവര് കൂടുതൽ പേര് എല്ലാവരും തന്നെ തിരികെ വന്ന് ചേച്ചിയെ കാണാറുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും അവർ വന്ന് കണ്ട് പല പ്രാവശ്യങ്ങളിൽ വന്ന് കണ്ട്, ചേച്ചി ഭയങ്കര അനുഗ്രഹം എനിക്ക് കിട്ടിയത്, എൻ്റെ അസുഖങ്ങൾ ഇനി മാറി, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അസുഖം. അതുപോലെ പുൽപ്പള്ളിയിൽ നിന്നൊരു മകൾ, ഒരു ഷാരോണെന്ന് പറഞ്ഞ മകള് 3 മക്കളെയും കൊണ്ട് വന്നു. ആ ഇളയ കുഞ്ഞിന് 2 വയസ്സ് 3 വയസ്സും കണ്ടുള്ളൂ. ആ കുഞ്ഞിന് അലർജിയാന്ന് പറഞ്ഞു. ആ അലർജി മാറാനായിട്ട് ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒരു തുള്ളി എണ്ണ ഉണ്ട് കുഞ്ഞിൻ്റെ ദേഹത്ത് തൊടുമെന്ന് ചോദിച്ചു. വിളക്കിൽ ഒഴിച്ചു വെച്ച ആ കത്തുന്ന എണ്ണ തൊട്ടു. പ്രാർത്ഥിക്കണം ചേച്ചി. ഞാൻ പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാം. അമ്മ എപ്പോഴും പറഞ്ഞ ജപമാലയിലേക്ക് വാ മക്കളെ, നിങ്ങളെൻ്റെ ബിമല ഹൃദയത്തിലേക്ക് വന്ന് ജപമാല ചെല്ലുന്നതാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ ജപമാല ചെല്ലാം, മോളൊരെണ്ണം കൂടാൻ പറഞ്ഞു. ഞങ്ങൾ ഓരോ ജപമാല ചൊല്ലി, കരുണയ്ക്ക് വേണ്ടി ചൊല്ലി. പറഞ്ഞു, മോളെ ഞാൻ ജപമാല ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് മോൾ രാവിലെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ആ ഒത്തിരി മരുന്ന് കഴിച്ചിട്ട് കുറയാത്ത അസുഖമാണ് ചേച്ചി, അത് വിട്ടുമാറി, എൻ്റെ കുഞ്ഞിനില്ല എന്ന് പറഞ്ഞു. മരുന്ന് പോലും വേണ്ട, ഡോക്ടറെ കണ്ടപ്പം മാറിയെന്ന് പറഞ്ഞു. അവർ ആഴ്ചയിൽ ഇങ്ങനെ വരും ആ മക്കളെയും കൊണ്ട്. പിന്നെ
ഒരു മകന് 15 കൊല്ലമായിട്ട് വലിവിൻ്റെ അസുഖം പുൽപ്പള്ളിയിൽ നിന്ന് തന്നെ ഇഷാരൻ തന്നെ കൊണ്ടുവന്ന അവളുടെ നാത്തൂൻ്റെ ഭർത്താവാന്ന് പറഞ്ഞു. വിശ്വാസമൊന്നുമില്ല. ഇവിടെ വന്ന് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജപമാല ചെല്ലിക്കുമോ, കരണിക്ക് വേണ്ടി ചെല്ലിക്കുമോ എന്ന് പറഞ്ഞു. അപ്പം ആ മകൻ വേഗം പോയി മുട്ടുമേന്ന് ഒരു കരണിക്ക് വേണ്ടിയിട്ടും പിന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാലയും ചെല്ലി. ആ ചെല്ലി അന്ന് മുട്ടുമേന്ന് എഴുന്നേറ്റ് പോയത് ഇന്ന് വരെ ആ വലിവെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം പിന്നെ അമ്മ ജോലി ചെയ്യുന്നത് ഈ ചുമട് എടുത്ത് വണ്ടിയിൽ നിന്ന് ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യാമെന്ന്. വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഇത് നിർത്തിയാക്കാമെന്ന് പറഞ്ഞ് ഇരുന്ന സമയം ഇനി ഞാനിനി പോകുന്നില്ല എന്ന് ഭാര്യയോട് പറഞ്ഞ ദിവസങ്ങളായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ജപമാല ചെല്ലി ഞാൻ പറഞ്ഞു ഞാൻ ജപമാല ചെല്ലാൻ മറന്നു പറഞ്ഞു. അതാ അന്ന് ഇവിടെ വന്നു പോയ ശേഷം ജോലി ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലയെന്ന് പറഞ്ഞു. ചേച്ചി ചേച്ചിയുടെ ജീവിതം കണ്ടിട്ട് അല്ലെ ചേച്ചിയുടെ ജപമാല ഭക്തി കണ്ടിട്ട് ജപമാല ഭക്തി ഇല്ലാതിരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യപ്പെട്ടിട്ടില്ലാത്തവരൊക്കെ ജപമാല ഭക്തിയിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് മക്കൾ ഈ പള്ളിയിൽ ഞാൻ വന്ന് നിന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ച് ജപമാല ചെല്ലുന്നത് പറഞ്ഞു കൊടുത്തിട്ട് ജപമാല കൈ പിടിക്കാത്ത മക്കൾ ജപമാല കയ്യിൽ വെച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒത്തിരി മക്കൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ എല്ലാവരും അല്ല കുറേ പേരെങ്കിലും ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പൊതുവെ മടി കാണിക്കുന്ന കുട്ടികൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ചേച്ചിയുടെ ജീവിതം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അങ്ങനെ അത് അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ പ്രാർത്ഥിക്കണം എന്നൊരു ബോധ്യത്തിലേക്ക് വന്നതായി ഒത്തിരി മക്കൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ എന്നെ അറിയാത്ത മക്കൾ തന്നെ എന്നോട് ചോദിച്ച് ഏത് രീതിയിലാണ് ചെല്ലണ്ടേ ചേച്ചി എന്ന് ചോദിക്കും. എന്നെ കൂടെ ഫോണിൽ വിളിച്ച് പറയും ഈ ജപമാലകൾ എങ്ങനെയാണ് 3 എണ്ണം ഒരു സന്തോഷത്തിൻ്റെ രഹസ്യവും ഒന്ന് മാത്രം ഒരു ജപമാലയാകുമോ? ഞാൻ പറഞ്ഞു സന്തോഷത്തിൻ്റെ രഹസ്യവും ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അത് മുഴുവനും ഒരു ജപമാലയാണ്. പിന്നെ ദുഃഖത്തിൻ്റെ രഹസ്യം അത് ഒരു ജപമാല, അത് രണ്ട് ജപമാലകളാകും, 2 കൊന്തയാകും അത് പറഞ്ഞു. പിന്നെ മഹിമയുടെ അത് കൂടെ ചെല്ലുമ്പോൾ 3 ജപമാലകളാവും. അതാണ് 153 മണി ജപമാല എന്ന് പറയുന്നത്. അത് പറഞ്ഞു കൊടുത്ത് അവർ മുടങ്ങാണ്ട് ചെല്ലുന്ന ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചേച്ചി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയതിനു ശേഷം ജപമാല ഭക്തിയിൽ വളർന്നു വന്നിട്ട് അവരുടെ ഒത്തിരി കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് അവർ വിളിച്ച് പറയുന്നുണ്ട്. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കടഭാരം നീങ്ങി ഒത്തിരി പേരിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് നടക്കുന്നുണ്ടെന്ന് പറയും. അതെ ചേച്ചി, അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ചേച്ചി വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് അനുഗ്രഹം ലഭിക്കാൻ ചേച്ചി ഒരു കാരണമായി തീരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ചേച്ചി കടന്നു പോകുമ്പോഴും ചേച്ചിയുടെ വ്യക്തി ജീവിതത്തിൽ ചേച്ചി മാതാവിനെ അടുത്തറിഞ്ഞ സാഹചര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വ്യക്തി ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പിന്നെ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ ചോദിക്കും ഏതെങ്കിലും വഴിയിൽ എനിക്കൊരു പൈസ തരണം, എങ്ങനെയെങ്കിലും അമ്മേ. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പം വണ്ടിക്കൂലിക്കില്ലായിരിക്കും. വണ്ടിക്കൂലിക്കില്ലെന്നില്ല ഇങ്ങനെ അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു അമ്മ എനിക്കിങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകാൻ ചിലപ്പോൾ നടവയിലായിരിക്കും, ചിലപ്പോൾ പനമരത്ത് അല്ലെങ്കിൽ കൽപ്പറ്റ അങ്ങനെയൊക്കെ പോകാറാകുമ്പോൾ ചോദിക്കുമ്പോൾ പേഴ്സൊക്കെ കാലിയായിരിക്കണ സമയത്ത് നമുക്ക് ഏത് സ്ഥലത്ത് എത്തിപ്പെടേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്തെത്തി കാര്യം നടത്താനുള്ള പൈസ എങ്ങനെയാണെന്നറിയില്ല, അത് ആ പേഴ്സിലുണ്ടായിരിക്കും. 500 രൂപ മാത്രമുള്ള സമയങ്ങളുണ്ടാകും. അപ്പോൾ 500 രൂപ പോരാ, ഒരു 500 കൂടി ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം സാധിക്കുള്ളൂ. പഞ്ചായത്തിൽ പോകണം, അങ്ങനെ ബാങ്കിൽ പോകണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓരോ പലിശയുടെ പിന്നെ സ്വർണത്തിൻ്റെ പലിശ അടയ്ക്കാനും പിന്നെ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് വീടിൻ്റെ ഇത് നീതി അടയ്ക്കൽ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ നീതി കേട്ടോ അങ്ങനെയൊക്കെ പൈസ ഇല്ലാത്ത സമയങ്ങളിൽ ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേഴ്സിൽ അതിനാവശ്യമായ പൈസ ഉണ്ടാകാറുണ്ട്. പിന്നെ എന്ത് വസ്തുക്കൾ ചോദിച്ചാലും ഏത് വസ്തുക്കൾ ചോദിച്ചാലും എനിക്കിങ്ങനെ കഴിക്കാൻ എന്നെ തോന്നുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ പഴം ഇപ്പോൾ കൂടുതൽ ഓറഞ്ചൊക്കെയാണ് കഴിക്കാനൊക്കെ തോന്നുന്നു. എനിക്കത് ഇവിടെയും കിട്ടാനില്ല, ഞാൻ പനമരത്തെല്ലാം പോയിട്ട് കണ്ടില്ലല്ലോ മാതാവേ. ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും ഞാൻ ചോദിക്കും. അന്നേരം ഞാൻ പിന്നീട് പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ആ പഴങ്ങൾ എനിക്ക് മേടിക്കാനായിട്ട് കാണിച്ചു തരും മാതാവ്. അതുപോലെ ഭക്ഷണ സാധനം ഉണ്ടാകണമെന്ന് ഞാൻ ഇച്ചിരി നെയ്ച്ചോറുണ്ടാക്കിയേ കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, മേടിക്കാൻ പൈസ ഇല്ല എന്നോർത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആഴ്ചയെ തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ആ നെയ്ച്ചോറിൻ്റെ അരി വീട്ടിൽ കൊണ്ടുത്തരും. അങ്ങനെയാണ് എല്ലാ അനുഭവങ്ങളും അമ്മ. അത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരാളെ നമ്മൾ സംസാരിക്കുന്ന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ നടക്കണം. ഈ വയലറ്റ് കാപ്പ ധരിച്ച് അമ്മ എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ എന്ത് ചോദിച്ചാലും ആ കാപ്പയുടെ എൻ്റെ കയ്യെ വരെ വന്ന് വയലറ്റ് കാപ്പ മുഴുവൻ എൻ്റെ കയ്യെ മൂടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഞാൻ ഭക്ഷണം ഉണ്ടാക്കലാണ് ജോലി. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ
എന്തെങ്കിലും ചിലപ്പോൾ അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ അത് പുളിക്കുകയില്ല. മരമായിട്ടിരിക്കുക മാതാവിനോട് അമ്മ ഇന്ന് ഇടപെട്ട് ഇതൊന്ന് അവർക്ക് അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കൊക്കെ ഉണ്ടാക്കുന്ന അന്നേരം ഇതൊന്ന് അമ്മ നല്ല രീതിയിലൊന്ന് പഞ്ഞി പോലെ ആക്കി തരാൻ പറയും എന്ന് പറഞ്ഞ് ഒരു 3 നന്മറിഞ്ഞറിമ ചെല്ലും. 3 നന്മറിഞ്ഞറിമ ചെല്ലിയിട്ട് വേഗം കുറച്ച് ഉപ്പിട്ട് ഞാൻ ഇങ്ങനെ ആക്കി വെച്ച് കഴിയുമ്പോൾ എന്നിട്ട് മൂടി വെച്ച് അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിങ്ങനെ പൊന്തി നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കും. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒത്തിരി അമ്മ സഹായിക്കുന്നുണ്ട്. ഒത്തിരി വർഷങ്ങളായി എന്നെ അമ്മ ഇങ്ങനെ മാതാവ് എപ്പോഴും കൂടെ ഉള്ളതായിട്ട് അനുഭവിക്കുന്നുണ്ട്, കൂടുതലായിട്ട് അനുഭവിക്കും അല്ലേ? ഓരോ നിമിഷങ്ങളിലും കൂടെയുണ്ട്. ഇപ്പം നോക്കിയാലും എൻ്റെ കയ്യിലും മേത്തെല്ലാം ഇങ്ങനെ പച്ച, നീല, വയലറ്റ് ഈ 3 കളറിലാണ് അമ്മ ഇങ്ങനെ എന്നോട് ഇടപെടുന്നത്. അപ്പം അത് ചേച്ചി ഇങ്ങനെ മാതാവിനെ ചേച്ചി കാണുന്നത്, പരിശുദ്ധമ്മയെ കാണുന്നത് എങ്ങനെയാ? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അതോ ചില ചുമ്മാ ഉള്ള ഇടസമയങ്ങളിലാണോ? ഞാൻ ജപമാല കൂടുതൽ ചൊല്ലുമ്പോഴാണോ? കൂടുതൽ ചൊല്ലുമ്പോഴാണ്. ജപമാലകൾ ചൊല്ലി കൂടുതൽ അമ്മേനെ വിളിച്ച് അപേക്ഷിക്കും. ഓരോ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ജപമാല ചൊല്ലി അമ്മ ഇന്ന് ഇടപെടണം എന്ന് പറയുമ്പോൾ ആണ് അമ്മ കൂടുതലായിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ പരിശുദ്ധ അമ്മയെ വ്യക്തിപരമായിട്ട് ചേച്ചി ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് കാണാനൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഈ അടുത്ത കാലത്താണോ അതോ കുറേ വർഷങ്ങളായോ? ഇപ്പോൾ 17 വർഷമായി അമ്മ കൂടുതൽ എന്നോട് ഇങ്ങനെ അടുത്ത് അങ്ങനെ ഇടപെടുന്നു. ഏത് കാര്യത്തിൽ ആവശ്യത്തിലും ഇല്ല. അപകടങ്ങൾ വരുന്ന മുമ്പേ അമ്മ എന്നെ കാണിച്ചു തരും. ഇന്ന സംഭവമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അതിനു വേണ്ടി ജപമാല ചെല്ലും. അതങ്ങ് വിട്ടുപോകും. ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു 5 ജപമാല. 5 ജപമാല ചൊല്ലി ആ നിമിഷം അത് മാറിയെന്ന് തന്നെ ഇങ്ങനെ കാണിച്ചു തരും. ചേച്ചി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുപാട് ജപമാലകൾ ചൊല്ലി മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന സമയത്ത് ചേച്ചിയുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടാവാറുണ്ട്? ചേച്ചി ഒറ്റയ്ക്ക് ഒരു പ്രാർത്ഥിക്കുക? ഒറ്റയ്ക്കൊരു റൂമിലാണ് പ്രാർത്ഥിക്കാറ്. ഇല്ല, കൂടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാവുന്ന സമയത്തൊക്കെ ചേച്ചി ഒറ്റയ്ക്ക് തന്നെയാണ്. അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് തന്നെയാണ്. എനിക്ക് അമ്മയുടെ സുഗന്ധം ആദ്യമായിട്ട് ലഭിക്കുന്നത് റോസാ പൂവിലൂടെയാണ്. എനിക്ക് റോസപ്പൂവിൻ്റെ സുഗന്ധമാണ് എനിക്ക് വരുന്നത്. അപ്പം ഞാൻ അമ്മയുടെ റോസാ മിസ്റ്റിക്ക മാതാവാണല്ലോ എൻ്റെ അടുത്ത് വരുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിക്കും. അപ്പം ഞാൻ സുഗന്ധം വരും, ഞാൻ റോസാ മിസ്റ്റിക്ക മാതാവേ എനിക്ക് ഇച്ചിരി സുഗന്ധം തരാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അന്നേരം അമ്മ ആ റോസ് പൂവിൻ്റെ സുഗന്ധൻ്റെ മുക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് എൻ്റെ ചേച്ചി, മൂത്ത ചേച്ചിയുടെ മോള്. ഞങ്ങളാണ് കൂട്ടായിട്ട് ജപമാലയിൽ എന്ത് ആവശ്യവും പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ ജപമാലകൾ ചെല്ലുന്നതും ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി കൂട്ടായിട്ട് ഒന്നിച്ച്. സുജ വിവാഹമൊക്കെ കഴിച്ചു, 3 മക്കളുണ്ട്. എവിടെയാ താമസിക്കുന്നത്? ഞങ്ങൾ 7 വർഷം മുമ്പ് കേണിച്ചിറ ഇടവകയിലായിരുന്നു. അതിനുശേഷം അവിടുന്ന് സ്ഥലം വിറ്റ് നടവേലി തന്നെ ഒരു പ്രദേശത്ത് സ്ഥലം എടുത്തു. അപ്പം എനിക്ക് നടവേലി പള്ളീൻ്റെ തൊട്ടടുത്ത് സ്ഥലം വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എടുത്തത് ഓട്ടോ ചാർജ് 60 രൂപ പോയിൻ്റ് ദൂരമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈശോയെ പള്ളിയുടെ തൊട്ടടുത്ത് സ്ഥലം വേണമായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ എടുത്ത സ്ഥലത്ത് തറ നിരത്തി കിണർ കുത്തി പെര പണിയാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു. അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ 63 കൊന്ത ഞാൻ ചെല്ലാം, എനിക്ക് ഇനി പെര പണിയാനുള്ള കുറച്ച് പൈസയുള്ളൂ, ഈ പൈസയ്ക്ക് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പള്ളിയുടെ അടുത്ത് സ്ഥലം തരണേന്ന്. അന്ന് വൈകുന്നേരം ചേട്ടൻ വീട്ടിൽ വന്ന് പറഞ്ഞു, പള്ളിയുടെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലം ഞാൻ പെര പണിയാൻ വെച്ചിരുന്ന പൈസയ്ക്ക് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ അത്ഭുതമാണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ആദ്യം എടുത്ത സ്ഥലം വിറ്റു, പള്ളിയുടെ തൊട്ടടുത്ത് പെര പണിതു, താമസിച്ചു. അതിന് ശേഷം എനിക്കൊരു തൊഴിലിനെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചു. ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, അപ്പോൾ എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഉൾവിളി എപ്പോഴും ഉള്ളിലുണ്ട്. അപ്പോൾ ഏത് വിധത്തിലാണ്? പള്ളിയുടെ തൊട്ടടുത്താണ്, ഞാൻ വേദപാഠം പഠിപ്പിക്കാൻ പോകണോ ഈശോ, എനിക്ക് എന്തെങ്കിലും പള്ളിപരമായിട്ട് എന്തെങ്കിലും എനിക്ക് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്കൊരു തൊഴിൽ വേണം, സ്വതന്ത്രമായൊരു തൊഴിൽ വേണം, ഗവൺമെൻറ് ജോലി അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് കിട്ടുന്ന സമയം പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് സ്വന്തം ഒരു തൊഴിലാണെങ്കിൽ നമുക്ക് പറ്റുമല്ലോ. അപ്പം തയ്യലറിയാം, അപ്പോൾ ഒരു തയ്യൽക്കട ഇടാമെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ ഈ ലാസലേറ്റ് ആശ്രമം ഞങ്ങൾ പ്രാർത്ഥനയിൽ വളരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ലാസലേറ്റ് പള്ളിയിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥനയ്ക്ക് തൊഴിൽ തരണി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു സ്വപ്നമായിട്ട് ഞാൻ കാണുവാണ്. പിന്നെ ഇത്രയും മുടി
ഇത്രയും മുടിയുള്ളൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു വെള്ള വസ്ത്രം ധരിച്ചിട്ട് എനിക്കും മക്കൾക്കും വന്ന് 100 രൂപ വെച്ച് തന്നിട്ട് പോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു നിൻ്റെ ചേട്ടനെ എന്ന എൻ്റെ പണിയിലേക്ക് നീ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ ചേട്ടനെ പണിക്ക് വിളിക്കാൻ വന്ന ആളാണോ, എന്നാൽ വീട്ടിലേക്ക് വാ. പറഞ്ഞു അല്ല, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു ഒരു കുരിശടയാളുള്ളൊരു കൊടി ഇങ്ങനെ കാണിച്ചു. ആ കൊടി അപ്പോൾ ഞാൻ ഈശോ അല്ലേ എന്ന് ചോദിച്ചതും ഞാൻ കണ്ണു തുറന്നു. പിറ്റേന്ന് ഞാൻ ലാസലൈറ്റ് ആശ്രമത്തിൽ ചെന്നപ്പം അവിടെ ഈ ഉയർത്ത രൂപമുണ്ട്. ആ രൂപം കറക്റ്റാണ് എൻ്റെ മുമ്പിൽ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ നീയല്ലേ ഇന്നലെ എൻ്റെ മുമ്പിൽ വന്നേ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ, എന്ത് തൊഴിലാണ്, 100 രൂപ നീ കാണിച്ചു. അപ്പോൾ ഒരു കൂട് ഓസ്തിക്ക് 100 രൂപയാണ് വില. ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഇത് അങ്ങനെ ആഗ്രഹിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ ആൻറ്റി തന്നെ നമ്മുടെ ഇവിടെ 25 വർഷം കൊണ്ടൊരു ചേട്ടൻ ഓസ്തി ഉണ്ടാക്കുന്നുണ്ട്. അവിടെ സഹായിയായിട്ട് ആൻറ്റിനെ വിളിച്ചു. അപ്പോൾ ആൻറ്റി പോയി. ആ വഴി തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു നീയും കൂടി ഇതിലേക്ക് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് ഇതിലെന്ന്, ഈ ജോലിയിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ആ ജോലി ആൻറ്റി അതിൽ നിന്ന് എനിക്ക് വേറെ പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് മാറ്റപ്പെടേണ്ടി വന്നു. ഞാൻ ആ തൊഴിൽ ആദ്യം ഞങ്ങൾ വാടകയ്ക്ക് ചെയ്തു, പിന്നെ നടവയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം അത് എവിടെ ഓസ്തി മുറി പണിയണം എന്നുള്ളത് വരെ സ്വപ്നത്തിൽ എന്നെ കാണിച്ചു. ഞങ്ങൾക്ക് സ്ഥലം കുറവാണ്, അപ്പോൾ കാറ് കിടക്കുന്ന പോർച്ചിൻ്റെ അവിടെ പണിയണമെന്ന് എൻ്റെ ചേട്ടനെ സ്വപ്നത്തിൽ കാണിച്ചു. അപ്പോൾ ചേട്ടന് ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന ആളാണ്. പെട്ടെന്ന് തന്നെ മുറി പണിതു. പിന്നെ ഈ ഓസ്തി എങ്ങനെ ചെയ്യണം, ഇതിന് എങ്ങനെ നിറം കിട്ടണമെങ്കിൽ ഇതിന് എന്തെല്ലാം അങ്ങനെ ചെയ്യും, എല്ലാം സ്വപ്നത്തിൽ കൂടെ തന്നെ വന്ന് പറഞ്ഞു. ഇപ്പോൾ വയനാട് ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ തന്നെ ഓസ്തി കൊടുക്കാനുള്ളൊരു കൃപ നമുക്ക് ലഭിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളൊരു തൊഴിലാണ്. എനിക്കെപ്പോഴും സംതൃപ്തിയാണ്. പിന്നെ ഒരുപാട് സഹനങ്ങളുണ്ട്, സഹനങ്ങളിൽ കൂടെ തന്നെയാണ് നടക്കുന്നത്. സഹനങ്ങളിലൂടെയാണ് ഈശോയിനെ കണ്ടെത്തിയത്. ഒരുപാട് വേദനകളുണ്ട്. അപ്പം അതിലൂടെ ഈശോയിനെ കണ്ടെത്തി ഈശോയുടെ കൂടെ 24 മണിക്കൂറും എനിക്ക് നടക്കുന്ന ഒരു പ്രതീതിയാണ് എപ്പോഴും തന്നെ. അത് സ്വയം ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയോടും പരിശുദ്ധമ്മയോടും ചേർന്ന് നിന്ന് ചെയ്യാൻ പറ്റിയ തൊഴിൽ തന്നെ കിട്ടി അല്ലേ? അത് തന്നെ ഒരു ഭാഗ്യം. ഓസ്തി ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് തൊഴിലുമാണ്, അതോടൊപ്പം പരിശുദ്ധമ്മയോടും ഈശോയോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ജോലി. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഏതിപ്പോൾ ഒരു പള്ളിയിൽ പോയാലും ഒരു കല്യാണത്തിന് പോയാലും നമ്മൾ ആ കല്യാണ സമയത്ത് ആ ചെറുക്കനും പെണ്ണിനും അവരുടെ കുടുംബം മൊത്തം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു മാമോസിക്ക് പോയി ആ കൊച്ചു വളർന്ന് ഭാവി എന്താ അത് മൊത്തം സമർപ്പിക്കും. അങ്ങനെ നമ്മൾ എവിടെ പോകുന്നോ ആ പോകുന്നിടത്തുള്ള സാഹചര്യങ്ങൾ മൊത്തം ഞാൻ ഈശോയ്ക്ക് കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ പാഴാക്കാനില്ല. പിന്നെ ഓരോ രാത്രികളും ഉറങ്ങാൻ വേണ്ടി ഈശോ നോക്കിയിരിക്കുന്ന പോലെ തോന്നുന്ന ഈശോ സ്വപ്നത്തിലൂടെയാണ് പലതും വന്ന് ഇന്ന സ്ഥലത്ത് അങ്ങനെ ഓരോരോ വ്യക്തികളെ കാണിക്കും. വിദേശത്ത് ജയിലിൽ കിടക്കുന്നവരെ കാണിച്ചിട്ടുണ്ട്. അവരെനിക്ക് അറിയില്ലായിരുന്നു വിദേശത്ത് ജയിലിൽ കിടക്കുന്നവരാണോ ഒന്നും. അപ്പോൾ ഇതെന്താ ഈശോ ഇവരാരാ എനിക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു നീ 24 വാർത്താ ചാനൽ വെച്ച് കാണണം എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പെണ്ണ് വിദേശത്ത് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നത്, ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും അപകടം വരുന്നുണ്ടെങ്കിൽ ഇത് ഇന്ന കാരണമുണ്ട്, സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. അതുപോലെ മക്കളുടെ കാര്യത്തിൽ മക്കൾക്ക് ഭാവിയിൽ ഇത് എങ്ങനെയുണ്ട് അങ്ങനെയെല്ലാം കാണിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മുൻകൂട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മേരി ചേച്ചിയുടെ ചേച്ചിയാണ് ചേച്ചി പേര് അന്നമ്മ എന്നാണ്. ചേച്ചിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ, പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് കൊന്തകൾ മേരി ചേച്ചിയെ പോലെ തന്നെ ഒരുപാട് കൊന്തയിലും പുസ്തകം വെച്ച് എഴുതിയിട്ട് ഓരോരുത്തരുടെ സഹായം ചോദിക്കുമ്പോൾ അവരുടെ പേരെഴുതി വെച്ച് 31 പ്രാവശ്യം കൊന്തയിലും. ഫസ്റ്റിലെ എനിക്ക് അനുഭവം വിദേശ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ജോലി ചെയ്യുമായിരുന്നു. കുവൈത്തിലായിരുന്നു. അപ്പം എന്നെ വിടാൻ അവർക്ക് 2 വർഷം ആകാത്തതുകൊണ്ട് 1.5 വർഷമായപ്പോൾ പോകണമെന്ന് പറഞ്ഞ വീടില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കൊന്തയില്ലിക്കൊണ്ടിരുന്നപ്പം റൂമിലിരുന്ന് കൊന്തയില്ലിക്കൊണ്ടിരുന്നപ്പം ഒരു സ്വരം കേട്ടു 31 പ്രാവശ്യം കൊന്തയില്ലെന്ന്. 33 ഒന്നും കൂടെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പൗസ്തിനായിക്ക് പറഞ്ഞ പോലെയാണോ അത് എന്ന് ചിന്തിച്ചു. അപ്പം അങ്ങനെ ചെല്ലി ഒരു 5 പ്രാവശ്യമായപ്പോൾ മേഡം എന്നോട് ചോദിച്ചു അനിമയ്ക്ക് പോകണമെങ്കിൽ പോകാം, സാരമില്ല. 3-ാം ദിവസം തന്നെ പ്ലെയിൻ ചെയ്ത് എല്ലാം റെഡിയായി പോരാൻ പറ്റി. അതിവിടെ വന്ന് പിന്നെ അങ്ങനെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഓരോരുത്തരുടെ സഹായങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കാണാതെ പോയൊരു കുട്ടീനെ പിന്നെ ഈ 31 പ്രാവശ്യം കൊന്തെല്ലാം നേർന്ന് എഴുതി വെച്ചപ്പോൾ 5 പ്രാവശ്യം ചെല്ലിയപ്പോൾ ആ കുട്ടീനെ കണ്ടു കിട്ടി. ഈ വയനാട്ടിൽ തന്നെയുള്ളതാണ്. കൽപ്പറ്റ ഹോട്ടലിലുണ്ടായിരുന്നു. അവരുടെ ഉമ്മയാണ് പറഞ്ഞ് എൻ്റെ മോടെ കുട്ടി ഒരു കുട്ടിയുള്ളത് മരിച്ചുപോയി കാണും, എന്തായാലും ഞാൻ പറഞ്ഞു താത്തയെ മരിച്ചിട്ടില്ല, നമുക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടിവാരത്തായിരുന്നു. ഞാൻ അടിവാരത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഹോട്ടലിലുണ്ട് ആ കുട്ടീനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞു.
അതുപോലെ ഓരോ കാര്യം 33 ജപമാല പൂർത്തിയാക്കിയതിന് ശേഷമാണോ പകുതിയായപ്പോൾ പകുതിയായപ്പോൾ കിട്ടി? ആ നിയോഗത്തിന് വേണ്ടി 33 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാന്ന് തീരുമാനിച്ചു. എന്നിട്ട് പകുതിയായപ്പോഴേക്കും ആ കുട്ടീനെ അനുഗ്രഹം കിട്ടി. പിന്നെ എനിക്ക് കിഡ്നിക്കൊരു ഇതുണ്ടായിരുന്നു, പ്രോബ്ലം ഉണ്ടായിരുന്നേ. അത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുതി വെച്ച്, എൻ്റെ പേര് എഴുതി വെച്ച്, അപ്പം ചെറുതായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതൊന്നും ചെയ്യാണ്ട് പിന്നെ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാന്ന്. ഡോക്ടറെ കാണിച്ചു. വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു. അപ്പോൾ സ്കാനിങ് എടുത്തു. അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ ഓരോരുത്തരും എൻ്റെ സഹായത്തിന് വേണ്ടി ഓരോരുത്തരും വിളിക്കും. അന്നമ്മ ചേച്ചിനൊന്ന് വിളിച്ചാൽ എനിക്ക് സമാധാനം കിട്ടും, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചാൽ കിട്ടും. അങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതുന്ന 3 പേര് കഴിഞ്ഞ ആഴ്ചയിലും കൂടെ വിളിച്ചു പറഞ്ഞു. 3 പ്രാവശ്യം എഴുതിയിട്ട് അവർക്കത് കിട്ടിയിട്ടില്ല. അപ്പം ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞു, ചേച്ചി അത് പാസ്സായെന്ന്, UK പോകാൻ വേണ്ടി. ഇനിയും പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരം ഫോണാണ്, ഓരോരുത്തരും ചോദിക്കും എന്താ ചേച്ചിക്ക് ഇത്ര പ്രാർത്ഥന സഹായത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് സമയമില്ലേലും കൊന്ത മുടങ്ങാട് 5 കൊന്ത തന്നെ ചെല്ലും. 33 ചെല്ലാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അപ്പം 5 കൊന്ത വെച്ച് ചെല്ലും. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ മുട്ടുകുത്തി നിന്നിട്ട് ഇവിടെയാണ് ഞാൻ കൂടുതലും താമസിക്കുന്നത്. അപ്പം ഇവിടെ വന്നാൽ പിന്നെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് ഈ കൊന്തയാണ് ചെല്ലുക ഒരു 10:30 വരെ. പിന്നെ ചേട്ടൻ മരിച്ചിട്ട്, ചേട്ടൻ 2 വർഷം ക്യാൻസറായിട്ട് കിടക്കുമായിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് 5 വർഷമായി. പിന്നെ ത്യാഗത്തിലൂടെ മാത്രം. അപ്പം എനിക്ക് ത്യാഗമല്ലാണ്ട് ഒന്നും എനിക്ക് പറയാനില്ല. അത്രത്തോളം ത്യാഗം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇന്ന് വിചാരിക്കും നാളെ എനിക്ക് ത്യാഗം ഉണ്ടാവില്ല, പിറ്റേ ദിവസത്തേന് എനിക്ക് കൂടുതലടിച്ച ത്യാഗമായിരിക്കും. ആ വേദനയോട് കൂടി ആ വേദന വരുംതോറും ഞാൻ ഒരു കൊന്ത കൂടുതൽ ചെല്ലും. അപ്പോൾ അങ്ങനെ കൊന്ത ചെല്ലി ഒരു നിമിഷ നേരം പോലും എനിക്ക് കൊന്ത ചെല്ലാണ്ടിരിക്കാൻ പറ്റില്ല. ജോലി ചെല്ലുമ്പോഴും ചെയ്യും. അതുപോലെ കരണക്കൊന്ത അതുപോലെ സ്ഥിരമായിട്ട് ചെല്ലും. അപ്പോൾ ഇത്രയും നാൾ വർഷങ്ങളായി മേരി ചേച്ചിയും അന്നമ്മ ചേച്ചിയും സുജയും ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്ലെങ്കിൽ ജപമാല ഭക്തിയിൽ തുടരുന്നു അല്ലേ? അപ്പൊ ഇനി ഒരുപാട് കാലം മുന്നോട്ട്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിലും കൂടുതൽ ജപമാല ചൊല്ലാനും കൂടുതൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാവാനും ഒക്കെ ഇനി തുടർന്നുള്ള മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ശാലോം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. 3 പേർക്കും പ്രത്യേകം നന്ദി. അനുഗ്രഹമാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചത് വയനാട് കായ്ക്കുന്നിൽ നിന്നും പിച്ചാപ്പള്ളിയിൽ മേരി ചേച്ചിയാണ്. അനുഗ്രഹമാലയുടെ പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക, കൂടുതൽ ജപമാല ചൊല്ലുക. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ നന്ദി. അമ്മേ ആമല മനോഹരിയേ, അഗതികൾക്കെന്നും ആശ്രയമേ. അമ്മേ ആമല മനോഹരിയേ, അഗതികൾക്കെന്നും ആശ്രയമേ. അലിവിൻ